വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഒത്തിരി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം അതിന് 2 കപ്പ് നുറുക്കിയ ചക്ക 250 ml കപ്പാണ് കേട്ടോ. അത് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാന് സ്റ്റൗവിൽ വയ്ക്കാം. എന്നിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ച് വെച്ച ഈ പേസ്റ്റ്, ചക്കയുടെ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ചക്ക നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തീയ് നമ്മൾ ഒത്തിരി തീയിൽ വെക്കരുത്, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചച്ചുവ മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടിന്യൂസ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി, ഇത് ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കും എല്ലാം പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതിന് ആവശ്യമായ മധുരത്തിന് വേണ്ടിയുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഞാൻ ശർക്കര ഉരുക്കിയ ശർക്കര വാങ്ങിക്കുന്നത് ഓർഗാനിക് ശർക്കരയാണ്. ഞങ്ങൾക്ക് ഇതിനു മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓതറ ഓർഗാനിക് ശർക്കര. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ അതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇട്ട് കഴിഞ്ഞ് തേങ്ങ ഒന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരം ആവശ്യത്തിന് വേണ്ടിയുള്ള മധുരം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് നമ്മൾ അപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, വറുത്ത് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ പൊടി, ആ പൊടിയാണ് 1 കപ്പ്. ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുവാണേ. കുറേശ്ശെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് മുഴുവനും അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒരു ഫോമിൽ അത് ആയി വരും. അപ്പോൾ അടിക്ക് പിടിക്കുവാണെങ്കിൽ, തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി അതൊരു നല്ലൊരു ഉരുണ്ടിങ്ങനെ അങ്ങ് വരും കേട്ടോ. ഇപ്പം നല്ല ഒരു ടെക്സ്ചറായിട്ട് വന്നു, ഒരു ഡൗ ടെക്സ്ചറായിട്ട് വന്നു. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കണം. അത് തേങ്ങ വരട്ടിയ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയി കേട്ടോ. 1/4 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാറിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി നല്ല പരുവമായി, നല്ല മയത്തിൽ ഞാനത് ഇളക്കിയെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരുവമാക്കി എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മയത്തിലെടുത്ത് ഞാനൊരു ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ നമുക്കിത് പരത്താം. ഉരുട്ടി പരത്തണമെങ്കിൽ ഉരുട്ടി പരത്താം, ബോള് പോലെയോ അല്ലെങ്കിൽ പാറ്റി ഫോമിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് പരത്താം. പരത്തി കഴിഞ്ഞിട്ട് ഇത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഓൾ ടുഗദർ ഇത് 8 എണ്ണം എനിക്ക് കിട്ടി കേട്ടോ. ഞാനൊരു പാറ്റി ഫോമിലാണ് ഇത് പരത്തിയിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. 4 മണിക്ക് പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ചക്കയുടെ സീസണൊക്കെ ഇപ്പം കഴിഞ്ഞു വരുന്ന സമയമാണ്. ഇപ്പോഴും പഴുത്ത ചക്ക നമ്മൾക്ക് കിട്ടും. അപ്പോഴും നിങ്ങളിത് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കണം കേട്ടോ. സ്റ്റീമർ അടച്ചു വെച്ചിട്ട് ഒരു 1/2 hour പോലും വേണ്ട ഇത് വേവിക്കാൻ കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു 4 മണി പലഹാരമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ചക്കയുടെ വരട്ടിയ ടേസ്റ്റ്, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വരട്ടിയ അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു സ്വീറ്റ് ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
നെക്സ്റ്റ് വിഭവവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ലവ്ലി നസ്രത്ത്.